ഹലോ ചങ്ങായിമാരെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഞാനോ പുട്ടണി കറങ്ങാൻ ഇറങ്ങിയാൽ പാടത്തോടി ഒന്ന് വേറെ ഒട്ടല്ല കേട്ടോ, ഊട്ടിയോ കൊടൈക്കനാലൊന്നുമല്ല. നമ്മളതാ പാടത്തോടിയും വയലിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇതാ കണ്ടോ, ഓരോ തൻ്റെ കൂടെ അതാ കണ്ടില്ലേ പൊട്ടാ. ആ ഒന്ന് താഴെ റോഡൊക്കെ ഒന്ന് നോക്കുക. റോഡുമിലൊക്കെ മണ്ണിട്ട് ഇപ്പോൾ ചളിയായി നിൽക്കുക റോഡിൽ. ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാനുള്ള അപ്പോൾ ടീംസ് നമ്മളിവിടെ കണ്ടില്ലേ പഴയ തോട്ടുവരം പൈനി അതിലെങ്ങനെ പാത്തിക്കുളം എന്ന് പറയും. പാത്തിക്കുളം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇതാണ് ആ കുളത്തിൻ്റെ സ്ഥലം. ഇതിനടിയിൽ നല്ലൊരു ചെങ്കല്ലിട്ട് കെട്ടിയ വലിയൊരു കുളമുണ്ട് ഇതിനടിയിൽ, അറിയോ? വമ്പ ഇപ്പോഴത്തൊന്നുമില്ല, ചരിത്രത്തിലുള്ള. ഈ കുളത്തിൻ്റെ വക്കത്തായിട്ട് ഇതാ ഞാൻ കെട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കേട്ടില്ലേ. ഈ സ്ഥലത്ത് ഈ മൂലേൻ്റെ ഇവിടെ ആയിട്ട് പണ്ടൊരു ഹോട്ടലുണ്ട്. ഇനി നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതാ കുളത്തിൻ്റെ വക്കത്ത് ഇവിടെ ഒരു ഹോട്ടൽ, ഈ പാത്തിക്കുളത്തിൻ്റെ സൈഡിൽ പഴയൊരു ഹോട്ടലുണ്ട്. ഇനി അന്ന് ഇവിടെ വയലിൽ പണിക്ക് വരുന്ന കുറേ ആളുകൾ രാവിലെ പണിക്ക് പോകണമല്ലൊക്കെ ചായ കുടിക്കണേ. പിന്നെ അങ്ങനത്തെ കുറേ കാലം മുന്നാട്ടോ. അത് എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു ഹോട്ടൽ കൊണ്ടിരുന്നു. അതാണ് ഈ കുളം. അടിപൊളി കുളയുന്നത്, വലിയ കല്ലൊക്കെ ഇട്ട് കെട്ടിയ. ഇപ്പോഴും അതാ അങ്ങേ തല കണ്ടില്ലേ, ആ തലയ്ക്കൽ കുറച്ച് വെള്ളം കണ്ടില്ലേ, ആ ഭാഗം മാന്തി നോക്കിനി. അവിടെ ചെങ്കല്ലിട്ട് വലിയ കെട്ട് കാണാം ഇപ്പോഴും. ആ കെട്ട് മുഴുവനായിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങോട്ട് മാന്തി സെറ്റാക്കി കഴിഞ്ഞാൽ നല്ലൊരു കുളമാണ്, നല്ല ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ കുളത്തിനെ പറ്റി പറയുകയാണെങ്കിൽ രസൊരു ഭീകരതയോടെ ഈ കുളത്തിനുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഈ വളവതാ, ആ കാണുന്ന വളവ് ഒരു ചെറിയ മരവും ഇവിടെ തോട്ടുവരം വരുമല്ലോ. ഈ വളവിലെത്തുമ്പോൾ രാത്രി കാലത്ത് എന്തോ ഒരു സംഭവം ഉണ്ടാവുമല്ലോ അല്ലേ. അത് എനിക്കറിയില്ല എൻ്റെ ഇത്, കാരണം ഞാൻ കുട്ടിക്കാലം മുതലേ ഈ കുളത്തിലും ഇതിലേക്ക് നടക്കുന്ന. ഈ കുളത്തിൻ്റെ വേനലാകുമ്പോൾ വെള്ളേരിയും ഇതൊക്കെ കുഴിച്ചിടുന്നതാ. ഈ പുല്ലുള്ള സ്ഥലമല്ലേ അതാ താഴോട്ടുള്ള ആ വെള്ളമുള്ള സ്ഥലത്തൂടെയൊക്കെ വെള്ളേരിയും അതൊക്കെ എൻ്റെ അച്ഛനെ കുഴിച്ചിടുന്നുണ്ട് പണ്ട്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് നനയ്ക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട്. അങ്ങനെ ഇവിടെ ഭൂതമുണ്ട്, പ്രേതമുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് കുറേ ആളുകൾ ഈ വഴിക്ക് വരല്ല രാത്രി കാലത്ത്. ഒരു ടൈം കഴിഞ്ഞാൽ എൻ്റെ ഒരു അയൽവാസി പറഞ്ഞേക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് ഇതിലെ പോകട്ടോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ രാത്രി എന്നോട് പറയാം, അയ്യോ ആ വഴിക്ക് ഞാൻ 7 മണി കഴിഞ്ഞാൽ പോവല്ല രാത്രി എന്നോട് പറഞ്ഞതാ. 7 മണി കഴിഞ്ഞാൽ ഇതിൽ അയാൾ വരില്ല എന്ന്. അമ്മാതിരി പേടി അതിലേ വരാൻ. അയാൾക്ക് മാത്രമല്ല കേട്ടോ, പലരും. വേറൊരാളൊരു ഓട്ടോറിക്ഷക്കാരൻ എന്നോട് പറഞ്ഞ് രാത്രി, ഞാൻ പറയുമ്പോൾ ഇതിലെ അങ്ങോട്ട് പോകാറുണ്ട്. എന്നോട് അയ്യോ ഞാൻ അതിലെ വരില്ല, അക്കി അതിലെ വരാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ ഞാൻ ഈ സമയത്തും എൻ്റെ വീട്ടിൽ വരുന്ന വഴി ഇതായതുകൊണ്ട് എനിക്ക് വരില്ലാതെ പാകമല്ലല്ലോ. നമുക്ക് എന്താ പേടിയോ അങ്ങനത്തെ കാര്യമൊന്നും ഇല്ലട്ടോ ഇവിടെ. കാരണം വെച്ചാൽ നമ്മളെ വീടിൻ്റെ മുറ്റം പോലുള്ളൊരു സ്ഥലം അത്. നമുക്ക് അങ്ങനത്തെ ഒരു അനുഭവമില്ല, നമുക്ക് ഇനിയായിട്ട് ഉണ്ടാവുകയില്ല. കാരണം നമ്മളെ വീട്ടിൽ മുറ്റത്തുമ്പോൾ പേടിക്കാൻ എന്താ അല്ലേ. അപ്പോൾ ഇവരോട് പറഞ്ഞ വെച്ചാൽ നിങ്ങളവിടെ ബോധവും പ്രേതം ഉണ്ടാക്കരുത് പറഞ്ഞിട്ട്, അങ്ങനെ കുറേ ടീം പറഞ്ഞിട്ട് ഇതിലെ വരല്ല. സ്ഥലങ്ങൾ കണ്ടുവച്ചോളി. കന്നിപ്പുറമ്പാണ്, കന്നിപ്പുറമ്പ് പാത്തിക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ വഴിക്ക് വല്ലാണ്ട് ആളുകളും വരല്ല, പകലൊക്കെ വരുള്ളൂ. രാത്രി കാലത്ത് സഞ്ചരിക്കാൻ ഭയങ്കര പേടിയില്ല ആളുകൾക്ക്. പിന്നെ ഇത് പറഞ്ഞുണ്ടാക്കുന്ന കുറേ ടീമുണ്ട്. അപ്പോൾ ഓരോക്കെ ഒരു മനസ്സ് എന്താ വിചാരം എന്ന് ഇപ്പം മനസ്സിലാവും നിങ്ങൾക്ക് എന്തായാലും. ആളുകൾ ഇവിടെ വരാതിരുന്നാൽ വേറെ എന്തൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ താഴത്തിറങ്ങിയിട്ട് ഇതിൻ്റെ ഇത് ഒരു ഭാഗം കൂടി കാണിച്ചു തരാം. മറ്റുള്ള ഭാഗമൊക്കെ കണ്ടില്ലേ, മണ്ണിട്ടോണ്ട് ഫുള്ള് ചളി കിടക്കുക, ഫുള്ള് മണ്ണിട്ട് ലെവലാക്കുക. അപ്പോൾ അത് കോൺക്രീറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. സൈഡൊക്കെ പല അടിക്കുന്നുണ്ട്. ഈ ഭാഗം കൂടി അടിക്കാണ്ട് അങ്ങനെ തലക്കലേക്കൊക്കെ നല്ല അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതെവിടേക്ക് ഇതാ ഇവിടെ ഒരു ഭാഗം പല അടിച്ചിട്ടുണ്ട്. എന്നാ വാടാ അവിടെ വാ, ഇങ്ങോട്ട് വാ. ഫുള്ള് ചളി, അവിടെ കയറുമ്പോൾ മൊത്തം ചളി. വാ കണ്ടില്ലേ, ഇവിടെയൊക്കെ മണ്ണടിച്ച വണ്ടി കഴിയുമ്പോൾ കൂടി കയറി ഇറങ്ങി. ഇവിടേക്ക് പിന്നെ മണ്ണിൻ്റെ ആവശ്യമില്ലേ ഇനി കണ്ടില്ലേ. ഇവിടെ റോഡിന് സമയമുണ്ട്. ഇവിടെ മണ്ണിട്ടല്ല, അങ്ങോട്ടേട്ടോ മണ്ണിട്ടേ. നടക്കും കുറച്ച് ഇങ്ങോട്ട് ഇട്ടുണ്ട്, ഇവിടെ കുറച്ച് താഴ്ച കൊണ്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ കെട്ടുണ്ട്. പിന്നെ കാണാൻ അടിപൊളി സ്ഥലം കേട്ടോ. ഉണ്ടോ, ഞാൻ പറഞ്ഞ ആ താഴെ ഭാഗത്ത് എത്തിയിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ താഴെ ഭാഗം കാണിച്ചു തരാമെന്ന്. ഇതാണ് ആ ഭാഗം ഉണ്ടല്ലേ, ആ വളവും കണ്ടോ. ഇതാണ് നമ്മളെ കുളത്തിൻ്റെ തൊട്ടടുത്തുള്ള ഭാഗം കണ്ടോ. ഇതാണ് ആ റോഡ്. ആ റോഡ് അവിടേക്ക് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, ആ തലക്കിലേക്ക് കോൺക്രീറ്റ് ചെയ്തതാണ്. ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റായി. ഇതിൻ്റെ മുകളിൽ ബെൽറ്റ് കടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പം നമ്മളിവിടെ റോഡും വന്ന്. ഈ റോഡ് എത്രയോ കാലമായി. അപ്പോൾ ഇതിന് മുന്നേ വന്നപ്പോൾ ടീം തടയുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇപ്പം നേരം വൈകി. ഇത് നമ്മളെ കുളം, ഞാൻ പറഞ്ഞ കുളം എന്താ ഉണ്ടോ, ഓനെ ചാടിയ കയറുന്നു. ഇതാട്ടാ കുളം ഞാൻ പറഞ്ഞതാ. ഈ കൈതൊക്കെ ഉള്ള ഈ ഭാഗമാണ് കുളം. ഈ കുളത്തിലാണ് കൈത ഫുള്ള് നിൽക്കുന്നത്. നിൽക്കടാ, ഓൻ ചാടി പായ്യ അതുകൊണ്ടാ.
അപ്പോൾ ഈ ഭീകരത ഉണ്ടെന്ന് പറഞ്ഞാൽ കുളം ഇതാണ്. ഭൂതവും പ്രേതവും തേങ്ങൻ്റെ കൊലയൊക്കെ ഉണ്ട് നമ്മുടെ കുറേ ആളുകൾ പറയുന്നത്. ഇതിലെ പോകാൻ തന്നെ പലർക്കും പേടിയാണ്. ഞാനും ചെറിയൊരു ഭൂതമായതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് പോവുക. അല്ല തമാശയല്ല. എന്താണോ നമ്മളെ നാട്ടിൽ വേറെ കാര്യം കേട്ടോ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നടന്ന വഴികൾ എത്ര കാടും പൊന്നാണെങ്കിലും നമ്മൾ പോകും. അത് വേറെ ചിലർക്ക് അതിൽ വരാനില്ല. അതുപോലെ മനസ്സിൻ്റെ പ്രശ്നമാണ്. തൊട്ടപ്പുറത്തത് വാഴ കോക്കുന്ന സ്ഥലമുണ്ട്, കണ്ടില്ലേ? വയൽ, നല്ല വയൽ. ഞങ്ങളെ നാടാണ്, മഴയൊക്കെ പെയ്ത് സെറ്റായി നിൽക്കുക. അപ്പോൾ ടീംസേ ഓക്കെ, അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ഇടുക, ഷെയർ ചെയ്യുക. ഇതിൽ വലിയ സംഭവമൊന്നുമില്ല, അറിയാലോ, നമ്മൾ നാട്ടിൻപുറത്തെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, എന്നാൽ ഞാനും അപ്പുട്ടനെ അങ്ങ് വീട്ടിലേക്ക് പോകും. അപ്പോൾ ഓക്കെ.